ഇട്ടതാ. പക്ഷെ ഇപ്പൊ കാണാനില്ലടാ യേശു. ഞാൻ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. ബോള് കളിച്ചു കഴിഞ്ഞാ വീടിനകത്തൊരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് വെക്കണം. ആര് കേക്കാൻ? എടിയാ മോളേടെ അവിടെ നോക്ക്. മോളേടെ അവിടെ നോക്കാൻ. മോളയാ അച്ഛാ ബോള് കാണാനില്ല. അച്ഛാ ഈ കൽവയുടെ രണ്ട് സൈഡിലും ഗേറ്റിന്റെ അച്ഛൻ വരെ ചെടിച്ചിട്ടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴേ നീ ഉപ്പ് നുറുക്കായിക്കളായി. എന്താ ഉപ്പ് നുറുക്ക്? ഉപ്പ് നുറുക്ക് എന്താന്ന്? ഉപ്പ് നുറുക്കെന്ന് പറഞ്ഞാൽ നീയൊക്കെ ചെടിച്ചട്ടി കളിച്ച് അടിച്ച് പൊട്ടിച്ച് പീസ് ആയിക്കളായി. അപ്പൊ ഉപ്പ് നുറുക്കാവും. അയ്യോ ഉദ്യോഗസ്ഥ ആട്ടോയിലാണല്ലോ പറയുന്നത്. വേണ്ട വേണ്ട, ഒന്നും കഴിക്കാനൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഒന്നും വാങ്ങിച്ചിട്ടില്ല? ഇല്ല. അത് ശരി. പോണ പോക്ക് കണ്ട, എന്തൊരു സ്നേഹം. കഴിക്കാൻ വന്നില്ല നിറ പൊറ്റ പോക്കാ. ഒന്നും കിട്ടിയില്ലല്ലേ? എന്താ ഓട്ടോ ഇല്ലേ? എനിക്കെന്താ ഓട്ടോ വന്നാ കൊള്ളൂല്ലേ? അയ്യോ നീ വലിയ ശമ്പളക്കാരിയല്ലേ, ഓട്ടോ എല്ലാം കാരണം ഇതൊക്കെ വരാല്ലേ. ഇനി വണ്ടിയൊക്കെ വാങ്ങേണ്ടി വരും. അല്ല ശമ്പളം കൂടാൻ പോവല്ലേ, അപ്പൊ പിന്നെ സമയത്തിന് എത്തണമല്ലോ. ശമ്പളം കൂടാൻ പോണം. എത്ര? ശമ്പളം മാത്രമല്ല, പ്രൊമോഷനും ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ മാനേജർ ചെന്നൈ റീജിയനിലേക്ക് മാറ്റുക. അങ്ങനെ വരുമ്പോൾ സാധാരണ അസിസ്റ്റന്റ് മാനേജർ ആവുക. പക്ഷെ നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ രാജൻ സാറിന് 58 വയസ്സായി. അദ്ദേഹത്തെ എന്തായാലും അതിൽ നിന്ന് മാറ്റാൻ സാധ്യതയില്ല. അല്ല നീ അവിടെ അക്കൗണ്ട് അല്ലേ? അവിടെ അക്കൗണ്ടന്റിനെ പിടിച്ചെങ്ങനെ മാനേജറാക്കണത്? എനിക്കെന്താ മാനേജറായ കൊള്ളൂലേ? നമ്മളെ മാനേജർ ബിസിനസ് ടൂറിന് പോകുമ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം വരുമ്പോഴൊക്കെ അദ്ദേഹം ചെയ്യേണ്ട എല്ലാ ജോലികളും ഞാൻ തന്നെ അവിടെ കമ്പനി ചെയ്യണം. പോരാത്തിന് അസിസ്റ്റന്റ് മാനേജർക്ക് ഉണ്ടാവുന്ന പല വീഴ്ചകളും തരണം ചെയ്യുന്നത് ഞാനാ. ഇതൊക്കെ കമ്പനി നോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചുരുക്കത്തെ പറഞ്ഞ അമ്മ ഒരു സംഭവം കമ്പനി മനസ്സിലാക്കി. ഇവിടെ പലർക്കും അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വാ, എനിക്കൊരു ചായ കുടിക്കണം. ഈ പലർക്കും എന്ന് പറഞ്ഞാൽ എന്നെ ഉദ്ദേശമാണ്? അച്ഛനെ മാത്രം ഉദ്ദേശം. പിഴയൊക്കെ എടുക്കാൻ പറഞ്ഞില്ല, ഇനി മാനേജറെ കൂടെ അയക്കാം. എന്താ ഒരു ചായ ഇടാ. ചായ ഇട് ഇപ്പഴാ. ലച്ചു ചേച്ചി അമ്മ പറഞ്ഞു കേട്ടില്ലേ, ചായ ഇട്ട് കൊടുക്ക്. അമ്മക്ക് ഈ തലവേദന എടുത്തിട്ട് ഇരിക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു തലവേദന? ആരും പറഞ്ഞില്ല. സാധാരണ നമുക്ക് ഓഫീസിൽ നിന്ന് വരുമ്പോ തലവേദന എടുക്കുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഈ മാനേജറായിട്ടൊക്കെ ശോഭിക്കാൻ പറ്റുമെന്നാണ് എന്റെ സംശയം. അമ്മക്ക് നിയമനം കിട്ടിയാമേ? ഇല്ല, മിക്കവാറും ഡേ ആഫ്റ്റർ ടുമോറോ മാനേജറായിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. നീ നോക്കിയാൽ പോയി ചായ ഇടലച്ചു വിട്ടുതരാം. ഇനി നെയിം ബോർഡ് വെക്കേണ്ടി വരും, മാനേജർ നീലമ്മ ബാലചന്ദ്രൻ എന്ന്. കമ്പനിന്ന് വെക്കുമോ അതോ ഞാൻ തന്നെ ഡിസൈൻ ചെയ്യേണ്ടി വരുമോ? ഓ, എല്ലാത്തിനും എൻ്റെ കൈ തന്നെ വേണം. ലച്ചു, അവള് ചായ ഇട്ടാലൊന്നും ശരിയാവില്ല. ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എൻ്റെ കൈ തന്നെ വേണമല്ലോ. ഓ, അമ്മയ്ക്കാണ് നല്ല തിരക്കായിരിക്കും, ദേഷ്യവും കൂടും. അച്ഛൻ എന്തോന്നും ഉണ്ടാക്കുന്ന ഇത്തിരി തലക്കരം കൂടിയോ എന്നൊരു സംശയം. ഉണ്ടോടി? ഉണ്ടോ? ഉണ്ട്, പിന്നെ ഉണ്ട്. എനിക്കിപ്പോ ഒന്നും തോന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയാം. അച്ഛാ, നമ്മുടെ സാലറി ഹൈക്ക് എത്ര ആയിരിക്കും ചോദിച്ചാ പറയുമോ? പറയാത്തെന്ത്? ഇവിടത്തെ MD ഞാനല്ലേ, എന്നെ പറഞ്ഞോടാത്തെന്ത്? ഞാനതാ പറഞ്ഞു. ഉണ്ടാ, ഞാൻ ചായ ഇടാം. വേണ്ട, മനായിട്ട് തരാം. ഇനിയിപ്പോ അമ്മ ബിസി ആയിരിക്കുമല്ലോ, വീട്ടിലെ പകുതി ജോലി ഞാൻ തന്നെ ചെയ്യണ്ടേ? പകുതിയാക്കണം എന്തിന്? മുഴുവനും അങ്ങ് ചെയ്യാത്തത്. ഇനി പഴയ പോലെ അമ്മയ്ക്ക് ഇവിടെ എപ്പോഴും ദിവസവും വരാനൊന്നും പറ്റൂല. അപൂർവമായിട്ടേ വരുള്ളൂ, വീട്ടിലേക്ക് വന്ന് കയറുള്ളൂ. മാനേജർ ആയതുകൊണ്ട് കമ്പനി തന്നെ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കും. നിങ്ങൾ കളിക്കാണ് പറഞ്ഞെങ്കിലും ഇനി എല്ലാ ദിവസവും ഞാൻ മിക്കവാറും, എല്ലാ ദിവസവും അല്ല മിക്കവാറും എനിക്ക് രാത്രിക്കേ വരാൻ പറ്റുള്ളൂ. വൈകിട്ട് കുളിച്ച് റെഡിയായി ഓഫീസിന് മുന്നിൽ വന്ന് നിൽക്കണം കേട്ടോ, അല്ല എന്നെ വിളിച്ചോണ്ട് വരണ്ടേ. ഓ, അല്ല ഈ മാനേജർക്ക് എത്രയാണ് സാലറി? എത്രയാണ്? ഒരു 10,000 കൂട്ടി കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ 34 എന്നുള്ളത് 44 ആകും. ഒരു റൗണ്ടായിട്ട് ഒരു 50,000 ചോദിക്കണ്ടായിരുന്ന അല്ലേ? അങ്ങനെ ചോദിക്കായിരിക്കും. ഇപ്പൊ നാളത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ അറിയാം എത്രയാവും എന്നുള്ളത്. എന്തായാലും അവർക്ക് തന്നെ ആവശ്യമുള്ളതുകൊണ്ട് കൂട്ടി കിട്ടാനാ സാധ്യത. ഞാനൊരു കാര്യം പറയാം, നല്ല രീതിയിൽ നടന്നു പോണ കമ്പനിയാണ്. നീ എന്നെ പൊളിച്ചടുക്കരുത്. നിനക്ക് പറ്റുമെങ്കിൽ മാത്രം നീ ഏറ്റെടുത്താൽ മതി. ഇത് ഈ മാനേജർ പദവിൻ്റെ ആക്രമണത്തെ കൊണ്ട് ചാടി വീഴുന്നാലേ അവസാനം കൈകാലിട്ട് അടിക്കേണ്ടി വരും. ഇത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് തരുന്നതല്ല, അവർക്ക് എന്നെ ആവശ്യമുള്ളത് കൊണ്ട് അവരെനിക്കൊരു കസേര ഇട്ട് തരുന്നതാണ്. കണ്ട, ഇതാണ് പറയണേ, മുതുവൻ മലയിലൊഴിച്ചാലും പുഴയിലൊഴിച്ചാലും നാട്ടുകാർ തേടി എത്തുന്നു. മുതുവൻ ആര്? മുതുവൻ ആരാന്നത്?
ആരുടെ മുതുവായി? അറിയാൻ പാടില്ലേ? ഇല്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ആ. അയാള് ശല്യം കാരണം നാട് വിട്ടു. അതിന് മലയിൽ വിളിച്ചേ? മലയിൽ വിളിച്ചെന്തിന്? ആ നാട്ടുകാർ ശല്യം കാരണം. പിന്നെ ഇതിന് പുഴയിൽ വിളിച്ചെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ പൊന്നച്ഛൻ ഞാനൊരു ചൊല്ല് പറഞ്ഞതാണ്. എന്നിട്ട് അതിന് കയറി ഓപ്പറേഷൻ ചെയ്യും. നീ ഇതെപ്പോ പഠിച്ച്? ഇത് ഞാൻ പഠിച്ചൊന്നും അല്ല, അതൊക്കെ പണ്ടേ ഉണ്ട്. പണ്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതിപ്പോ എന്റെ ഉഴപ്പാണോ? ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും പറയാൻ അംഗീകരിക്കില്ലല്ലോ. ഞാൻ പോണ്. നീലുവേ, പഴയതുപോലെ നിങ്ങൾ സംസാരിക്കുന്ന പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കേട്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല. അച്ഛാ അച്ഛാ എന്ത്? എന്താലോചിക്കോ? ഒന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ലല്ലേ? അച്ഛാ അച്ഛോ എന്താ എന്താ ചേച്ചി അച്ഛൻ്റെ മുഖത്തൊരു മ്ലാനത? ഒന്നുമില്ലടേ, ഒരു പ്ലാനൊന്നുമില്ല. നീ പോയിരുന്ന പോലെ പഠിക്കാണ്ടെങ്കിൽ പോ. അങ്ങനെ അച്ഛൻ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. അച്ഛൻ്റെ മുഖത്ത് എന്തോ ഉണ്ട്, എനിക്ക് കണ്ടാ മനസ്സിലാകത്തില്ലേ? പറ എന്താ? ഒന്നുമില്ലടേ. എന്താ ഞാൻ പറയട്ടെ? അച്ഛാ അച്ഛൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറ, ഞങ്ങൾ രണ്ടുപേരും മല പോലെ നിൽക്കുമല്ലേ. പോയിരുന്ന പടി പോ. അച്ഛാ അച്ഛൻ്റെ പ്രശ്നം എന്താ ഞാൻ പറയട്ടെ? അമ്മയ്ക്ക് പ്രമോഷൻ കിട്ടുന്നതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അച്ഛൻ ഇപ്പൊ തീരെ പിടിക്കുന്നില്ല, ശരിയല്ലേ? ഇടേ, എനിക്ക് ആരെന്ത് കാണിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ലടെ ഇറക്കാ. പിന്നെ ഒരു കാര്യം, എവിടെയെങ്കിലും നമുക്ക് യാദൃച്ഛികമായിട്ട് സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ അതിൽ അഹങ്കരിക്കരുത്, മതി മറക്കരുത്. മതി മറന്ന ദൈവം ശിക്ഷിക്കും. ഈശ്വരൻ ഒരാൾ മോളിരിക്കണം, എല്ലാം കാണുന്നുണ്ട്. അത് ജീവിതത്തിൽ എപ്പോഴും അച്ഛൻ പറഞ്ഞ കാര്യം ഓർമ്മ വേണം. അച്ഛാ അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതല്ലേ. പിന്നെ പ്രത്യേകിച്ച് അമ്മ ഒരു സ്ത്രീയാണ്. സാധാരണ സ്ത്രീകൾക്ക് സ്ഥാനം കിട്ടിയാൽ അവരൊത്തിരി പൊങ്ങുന്നതാണ് നാട്ടു വർത്താനം. മക്കളെ, വലിയ വലിയ കാര്യങ്ങൾ കൊച്ചിലേ മനസ്സിലാക്കണം, നല്ലത് തന്നെ. എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിലേ വലുതാവരുത്. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലായില്ല? മനസ്സിലായി. കുട്ടികളായ കുട്ടിത്തം വേണമല്ലേ. മക്കള് പോയത് പഠിക്ക്. ശരി യേശു, വാടാ. വാ. എടേ, നന്നായിട്ട് പഠിക്കണേടാ. പഠിച്ചവന്മാർക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കിടന്ന് പാടുപെടണം. അപ്പൊ പഠിക്കാത്തവരുടെ കാര്യം പറയണ്ട. അച്ഛാ വേരെയും തരുന്നല്ലേ അച്ഛനെ പഠിപ്പിച്ചിട്ടുള്ളേ. എന്നും പറഞ്ഞാൽ നമ്മൾ പണിയൊന്നും എടുക്കണ്ടെന്നല്ല, അതെനിക്കറിയാം. ജീവിതത്തെ കണ്ട അന്തം വിടലേടാ മക്കളെ എന്ന് പറയുന്ന അച്ഛന് എന്ത് പറ്റി? കൂടെ നിൽക്കണ ഒരു നെഞ്ചി ചവിട്ടുമ്പം ഒരു കിതപ്പ്. അമ്മയുടെ പ്രമോഷൻ കാര്യം പറഞ്ഞ അച്ഛനിങ്ങനെ ആവശ്യമായല്ലോ. അച്ഛന് ആവേശം കൊള്ളൂല്ലേ വേണ്ടേ? അമ്മയുടെ ഓവർ ആവേശം അച്ഛൻ ആവശ്യമായി കളഞ്ഞു. അങ്ങനൊന്നുമില്ല. അച്ഛൻ ഇവിടെ നിന്ന് പണി ചെയ്യ്, ഞാൻ പോയി പഠിക്കട്ടെ. എന്താ? നീ ഇനി എന്തെല്ലാം പഠിക്കാൻ കിടക്കണടാ. ഇതൊന്നും അല്ല പഠിത്തം. ഇവര് പെണ്ണിട്ട് മനസ്സിലാവും. ശരിക്കുന്ന ആ സുഷമേ, എന്ത് പറയാനാ? കമ്പനി ചെയ്യുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ടെൻഷനിലാണോ. നാളെ മീറ്റിംഗ് കൂടി എല്ലാം തീരുമാനിക്കാൻ ഇരിക്കുക. ഓ ആ ശരിയെന്നാ, ഓക്കെ. സുഷമേന്റെ ആണോ അമ്മേ? സുഷമേന്റെ ആണോ? എന്താ പറഞ്ഞേ? എന്നെ കൺഗ്രാസ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ശരിക്കും പറഞ്ഞാൽ സുഷമ എന്നേക്കാൾ 6 months സീനിയോറിറ്റി ഉള്ളതാ. എന്ത് വിചാരിക്കുമെന്തോ. അമ്മേ, സീനിയോറിറ്റിയിലല്ല കാര്യം, കഴിവിലാണ് കാര്യം ഇരിക്കുന്നത്. ഇനി എന്തായാലും ചാടയിൽ സ്കൂളിൽ പറയാം, എൻ്റെ അമ്മ വലിയൊരു കമ്പനിയുടെ വലിയൊരു മാനേജറാണ്. ബാലോടന്നേ ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കുന്നേ. നീ പറ, ഞാൻ ഇവിടെ നിൽക്കാം. നീ കാര്യം പറ. അച്ഛാ അങ്ങോട്ട് ഇരിക്കച്ചാ, അമ്മ അത്യാവശ്യം കാര്യം പറയാൻ വേണ്ടിട്ടല്ലേ വിളിക്കുന്നേ. എടി, എനിക്കിവിടെ വർക്കുണ്ട്. നീ പറ, എന്താണ് പറ. ഞാൻ ഒരു സീരിയസ് കാര്യം പറയാൻ പോണേ. കമ്പനി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. അത് ബാലുവിന് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കണേ. ബാലുവിന് മാത്രല്ല, ഇവിടെ മറ്റുള്ള ആൾക്കാർക്കും. മറ്റുള്ള ആൾക്കാരാ? മറ്റുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങള്.
അത് ഞങ്ങൾ മറ്റുള്ള ആൾക്കാരൊന്നും ആയിട്ടില്ലല്ലോ, കൊച്ചുള്ളതല്ല. അങ്ങനെ പറഞ്ഞ് വലിയ ആളാവാൻ നോക്കണ്ട കേട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തോല, എനിക്ക് പോകണം. പറഞ്ഞു തോലിക്കാനാ? എന്തൊക്കെയാണ് ബാലു നിങ്ങൾ ഈ പറയണേ? ആദ്യം നിങ്ങളുടെ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് പറഞ്ഞ വർത്താനം നിർത്ത്. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പെരുമാറ്. ഓ, ഞാൻ ഈ കമ്പനി മാനേജറെ ഭർത്താവാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ശ്രമിക്കാം. നിനക്കൊപ്പം സ്റ്റാൻഡേർഡ് വരാൻ വേണ്ടി ശ്രമിക്കാം. പറ്റില്ലെങ്കിൽ ഞാൻ ഒഴിവായി പോയിക്കോളാം. എന്തോന്ന് ബാലു ഇത്? ഞാനൊരു സീരിയസ് ഡിസ്കഷന് വേണ്ടി വിളിച്ചതല്ലേ? ഓ, മാനേജർ നമ്മളെ മീറ്റിംഗ് ഒക്കെ വിളിച്ച് കൂട്ടിയിട്ടേ പൊരിച്ചെടുക്കാന്ന് വിചാരിച്ച് അതിനാ വിളിച്ചല്ലേ. ഞാൻ പോകും. അമ്മ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോ. എല്ലാവരും ഇനി ഒന്ന് സീരിയസ് ആയേ പറ്റൂ, പ്രത്യേകിച്ച് ബാലു. എല്ലാവരുടെയും എല്ലാ കാര്യത്തിലൊന്നും എനിക്ക് ശ്രദ്ധിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. കളിയും ചിരിയുമായിട്ട് നടന്ന ഒരു കാര്യം നടക്കുകയില്ല. പിന്നെ കമ്പനിയുടെ ആവശ്യങ്ങൾക്കായി എനിക്ക് പുറത്തു പോകേണ്ടതായിട്ടൊക്കെ വരും. അതായത് സ്റ്റേറ്റ് വിട്ട് പുറത്തു പോകേണ്ടതായിട്ടൊക്കെ വരും. അവിടെ പോകണമെന്ന് പറഞ്ഞിട്ടോ വാശി പിടിച്ചിട്ടോ ഒരു കാര്യം ഉണ്ടാവാനും പോകില്ല. എനിക്ക് പോയേ പറ്റൂ. മൊത്തത്തിൽ എല്ലാവരും എൻ്റെ അവസ്ഥ അറിഞ്ഞ് പെരുമാറണം. ഏതെല്ലാം വിധത്തിൽ എന്നെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം എന്നെ സഹായിക്കുകയും വേണം. ലച്ചു, കാര്യങ്ങൾ മനസ്സിലായോ? ഇതെല്ലാം കേട്ട് മുഖം വീർപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആരെല്ലാം ഇവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകില്ല. പറയാനുള്ളതെല്ലാം ഇപ്പോഴേ പറഞ്ഞേക്കാം. എന്തോടെ കമ്പനിയുടെ ബ്രാഞ്ച് മീറ്റിംഗ് ഇവിടെ? ഞാൻ വാച്ചതാ. കഷ്ടം. അച്ഛാ, എല്ലാം നല്ലതിനാന്ന് വിചാരിച്ച് സമാധാനിക്കേ. ഇടേ, ഇത് നേരെ ചെവ്വേ പോണ കോളൊന്നും കാണില്ലടേ. മാനേജർ അച്ഛന് നല്ല ഫീലായി. ഈ അമ്മ കുറച്ച് ഓവറ. ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. ചായ വേണ്ടവർക്ക് വരാം. എല്ലാവരും കിടന്ന് വിളിച്ചു പോകാനൊന്നും പറ്റിയൊന്നുമില്ല. ചായട്ടാമേ. ചായയിലിരിക്കണ എടുത്ത് കുടിച്ചൂടെ നിനക്ക്? ലച്ചു, നാളെ തൊട്ട് രാവിലെ എഴുന്നേക്കണം. എഴുന്നേറ്റ് ഉടനെ വന്ന് ചായ ഇട്ട് എല്ലാവർക്കും കൊടുക്കണം. അതിനുശേഷം പോയി പാത്രം കഴുകി വെക്കണം. ആ സമയത്തിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അതിനുശേഷം ഞാൻ പോയി കുളിക്കും. ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്ക് നീ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നീ ആ സമയത്തിന് അരി കഴുകി അടുപ്പത്തിടണം. പിന്നെ എടാ കേശു, നാളെ മുതൽ സ്പെഷ്യൽ ഒന്നും വേണമെന്ന് പറഞ്ഞേക്കരുത്. അല്ലെങ്കിൽ ഇത്രയും കാലം സ്പെഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ നീ വേണമെന്ന് പറയില്ല. ഓ അതേ, നാളെ തൊട്ട് രാവിലെ എഴുന്നേറ്റ് രണ്ടുപേരും തനി അങ്ങ് കുളിച്ചു വേണം. കുളിപ്പിച്ച് തരാനൊന്നും എന്നോട് പറഞ്ഞേക്കണ്ട. പിന്നെ യൂണിഫോമൊക്കെ അച്ഛൻ അയൺ ചെയ്ത് തന്നോളും. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഇറങ്ങാൻ തീരുമാനമുണ്ടെങ്കിൽ കൃത്യസമയത്തിന് റെഡി ആയിക്കോണം. തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ വരാനൊന്നും നിൽക്കണ്ട. പിന്നെ ട്യൂഷനുള്ള ദിവസം ഇവളോ അല്ലെങ്കിൽ വിഷ്ണുവോ വന്ന് വിളിച്ചുകൊണ്ട് വന്നോളൂ. അപ്പൊ ഇനി രാത്രിയെ വരൂ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതിനൊക്കെ ആയിരിക്കും സാധ്യത. നേരത്തെ പോവാ? ആ, ഇന്ന് നേരത്തെ പോകണം. ബ്രേക്ക്ഫാസ്റ്റേ അച്ഛൻ പുറത്തുനിന്ന് മേടിച്ചു തരും. അമ്മേ, നാളെ ഞായറാഴ്ചയല്ലേ? അപ്പൊ നാളെ ഓഫീസിൽ പോവോ? ചിലപ്പോൾ പോകേണ്ടി വരുമായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ട്, പോകേണ്ടി വരും. കേശു, ജിലേബിക്ക് എത്ര രൂപയാടാ ഒരെണ്ണത്തിന്? ഒരെണ്ണത്തിന് 7 രൂപയും. അമ്മേ, എനിക്ക് ജിലേബി ഉണ്ടോ? ലഡു മതി. നിനക്ക് ലഡു മേടിച്ചു തരാൻ 4 രൂപ ഞാൻ പറഞ്ഞാ? ഇത് ഓഫീസിലേക്കാ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ മീറ്റിംഗ് കഴിയും. മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ മാനേജർ പോസ്റ്റിൻ്റെ ഡിസിഷൻ എടുക്കും. അമ്മേ, അമ്മയുടെ ബ്രാഞ്ചിൽ എത്ര സ്റ്റാഫ് ഉണ്ട്? ഏകദേശം ഒരു 10-35 പേരൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാൻ പോവാണേ. ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, രസമുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് മുട്ട പൊരിച്ചു കൊടുത്തേക്ക്. ശരി, പോട്ടെ എന്നാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബാലു, ഞാൻ പോവാണേ. അതെ, ഇങ്ങനെ മോന്ത വീർപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ജോലിയോ വരുമാനം ഇല്ലാത്ത എല്ലാ ഭർത്താക്കന്മാർക്കും ഉള്ളൊരു ഈഗോയാണ് ഇത്. മാസം 19,000 രൂപ വീട്ടിൽ കിട്ടി കഴിയുമ്പോൾ ഈ വിഷമവും പരാതിയൊക്കെ അങ്ങ് മാറിക്കോളും. ഞാൻ പോവാ. കേശു, കണ്ട അച്ഛ ഒതുങ്ങുന്തോറും തലയിൽ ചവിട്ടി കയറണ കണ്ട. അല്ലെങ്കിൽ അവളിന്ന് മാനേജറായിട്ട് ചാർജ് എടുക്കാൻ പോവേണ്. ഭർത്താവിന്റെ കാല് തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പോണോ വേണ്ടേ? വേണം. ആ, നീ നോക്കിയോ? ഇന്നവിടെ എന്തോ കമ്മിറ്റിയാ? മീറ്റിംഗ് കഴിയുമ്പോൾ ഇവളെ മാനേജറായിട്ട് തിരഞ്ഞെടുക്കും. ചെറവറാന്ന് ഇങ്ങോട്ട് ഫോൺ വിളിയായിരിക്കും. ഇവിടെ അവക്കൊരു പോസ്റ്റ് ഇട്ടില്ല ഞാൻ സന്തോഷിക്കാൻ പാടില്ല. എന്നെ കുത്തി നോവിച്ചോണ്ടിരിക്കും, സദാസമയം കുത്തി നോവിച്ചോണ്ടിരിക്കുകയാണ്. നോക്കിക്കോ, അവള് മാനേജരായ മക്കളെ നിങ്ങൾക്ക് അവളെ കാണാൻ കിട്ടൂല. എങ്ങനെയുണ്ട് അഹങ്കാരം? ഞാൻ നേരിങ്ങനെ പോണം. എനിക്കവളെ പോലെ കാണാൻ പറ്റൂല. എനിക്ക് അസൂയൊന്നുമില്ല. അവള് മാനേജർ എന്തോ ആയിക്കോട്ടെ. 50,000 വേണമെന്ന് ഞാൻ കണ്ണുള്ളൂ എന്നല്ലേ? ഇത്ര പൈസ കണ്ടവനടായ അവളെ 50,000.
അനുഗ്രഹം വാങ്ങിക്കണോ വേണ്ടേ? വേണായിരുന്നു. വേണമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോയില്ലേ? പോയ എവിടെ പോയവള്? ഓഫീസിൽ പോയല്ലോ. നീ പറ, വാങ്ങിക്കണോ വേണ്ടായിരുന്നു? അവള് ചെയ്തില്ല. ചെയ്തില്ല. ഗുരുത്വം വേണം. പാവം വെച്ചോ, അമ്മ അവസാനം കുറച്ച് ഓവറായി പോയി. ഇതെന്ത് ഇവിടെ ഇരിക്കുന്ന? വെറുതെ ഇരിക്കണം. അമ്മ ഇതുവരെ വിളിച്ചില്ലല്ലോ, വരാനുള്ള സമയവും പോയി. എടാ അമ്മ ബിസി ആയിരിക്കും. മാനേജറായിട്ട് ചാർജ് എടുക്കുന്ന ആദ്യത്തെ ദിവസമല്ലേ, ഒരുപാട് ഫയൽസ് ഒക്കെ സ്റ്റഡി ചെയ്യാനുണ്ടാവും. സ്റ്റഡി ചെയ്ത് ഉള്ള ജോലികളായിരുന്നു മതി. അച്ഛാ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത് കേട്ടോ. ഡേയ്, ഞാൻ അവിടെ വെറുതെ നിന്നപ്പോഴേ അവൾ എന്നെ എന്തൊക്കെ പറഞ്ഞു? നീയൊക്കെ ഒരു അക്ഷരം വേണ്ടിയാ? നീയൊക്കെ ഇനി തളരെ ഭാഗത്തേ നിൽക്കുള്ളൂ. വലിയ മാനേജരല്ലേ അവള്? മാനേജര് അതാണ്ട് പറഞ്ഞു. മാനേജര് അതാണ്ട് പറഞ്ഞു. അയ്യ മാനേജര്. അയ്യ വേണ്ട പറഞ്ഞു, ഓടി ചെല്ല്. ചേച്ചി, നമുക്ക് ചായ ഇട്ടോട്. ചേട്ടനോ? വേണ്ട. അയ്യോ, മാനേജറായിട്ട് ചാർജ് എടുത്തില്ല, അപ്പൊ തന്നെ ഭയങ്കര ഗൗരവമാണല്ലോ. അമ്മ, നമ്മുടെ ക്യാബിൻ AC ആണോ? അമ്മ കസേര കയറി ഇരുന്നപ്പോ തന്നെ നമ്മുടെ പഴയ മാനേജർ ഇല്ലേ, പുള്ളിക്ക് ദേഷ്യം കാണും. അമ്മയുടെ മുഖ്യ ശത്രു അങ്ങേരാണല്ലോ. അവനാണ്, അവനെ സമ്മതിക്കണം. അമ്മ, അമ്മയുടെ സാലറി 50,000 ആക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചോ? പഠിക്കാവുന്നില്ലേ? പോയിരുന്നു പഠിച്ചേ. അമ്മ എന്താ അമ്മ വല്ലാണ്ടിരിക്കണേ? എന്താ വെച്ചേ? ഓ, അവർക്ക് ഓരോ സമയത്ത് ഓരോ തോന്നലാണല്ലോ. ആർക്ക്? ആർക്ക്? ഓഫീസിലുള്ളവർക്ക്. മീറ്റിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നേ. എന്നെ മാനേജറാക്കാനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ തുടങ്ങാൻ തന്നെ ചീഫ് അക്കൗണ്ടന്റ് വന്നു എതിർപ്പായിട്ട്. ആ കുറെ കണക്കൊക്കെ പെൻഡിങ് കിടക്കുന്നുണ്ട്. ആ കണക്കൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ എൻ്റെ സാന്നിധ്യം കൂടിയേ തീരുള്ളൂ. അയാളത് കമ്പനി അറിയിക്കുകയും കമ്പനി അത് അയാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അത് അംഗീകരിക്കുകയും ചെയ്തു. അവസാനം ഇപ്പോൾ അടുത്ത ഇയർ എൻഡിങ്ങിന് മുന്നേ ആ കണക്ക് ക്ലിയർ ചെയ്തേ പറ്റൂ. അപ്പോൾ അടുത്ത ഇയർ എൻഡിങ് കഴിഞ്ഞിട്ട് എന്നെ മാനേജറാക്കാൻ പറ്റുള്ളൂ. അതുവരെ മാനേജറുടെ പദവി അസിസ്റ്റന്റ് മാനേജർക്ക്. എന്തോന്നിത്? എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. വിഷമിക്കണ്ട, അടുത്ത മാർച്ച് ആവട്ടെ. ഇനി അപ്പോഴും അമ്മ ഓരോ കാരണങ്ങൾ കൊണ്ട് ഇവിടെ പറഞ്ഞു മാറ്റുമോ? അതാണ് എനിക്കെൻ്റെ നല്ല ഒരു നിമിഷം ഞാൻ എന്താ പറഞ്ഞത്. കഴിക്ക്. ജിലേബി പാലും എപ്പോഴാ വാങ്ങിയ? ഞാൻ മാനേജറായിട്ട് വരുമ്പോ എനിക്ക് തരാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാണല്ലേ. പുറത്ത് ദേഷ്യം കാണിച്ചിട്ട് അകത്ത് സ്നേഹവും സന്തോഷമൊക്കെ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് എനിക്ക് സസ്പെൻസ് തരും. സസ്പെൻസ് എന്നടി? സസ്പെൻസ് എന്നാ? നീ ഒരുപാട് അങ്ങ് അഹങ്കരിച്ച് എന്നെ ചവിട്ടി തേച്ച് കളഞ്ഞില്ലേ? എടി, മോളിൽ ഒരാൾ ഇരിക്കണുണ്ടല്ലേ, എനിക്കറിയാം. ദൈവം ഉണ്ടടി, എവിടെയെങ്കിലും കൊണ്ട് നിന്നെ തള്ളിയിടും എനിക്കറിയാം. നീ മാനേജർ പദവി പോയിട്ട് തലയെ കുനിച്ച് വരുമ്പോ തിന്നാനാണ് ഞാൻ നിനക്ക് ജിലേബി വാങ്ങിച്ചു വെച്ചത്. തിന്നു തുപ്പിയാ കൊന്നളയും. പൈസ കൊടുത്ത് വാങ്ങിക്കാണ്. തിന്നടി, കക്കിനടി കുട്ടമ്പിളരെ മോളെ. തിന്നടി 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 തിന്നടി. ഒരു തുള്ളി കണ്ണീര് വീണുവല്ലേ? അഹങ്കാരത്തിന് കൈയും കാലും വച്ചിട്ട് പേര് നീലും. എന്നാ പോട്ടെ, അടുത്ത മാർച്ച് നോക്കാം കേട്ടാ. അപ്പോഴും ഞാൻ ഇതുപോലെ ജിലേബി വാങ്ങിട്ട് വരും. എല്ലാ മാർച്ചിലും ജിലേബി നോക്കി വെച്ചോ, നോട്ട് ചെയ്തിട്ടോ. ഉള്ള കാര്യം പറയാൻ പോകില്ലേ, ഈ അക്കൗണ്ട്സിൽ ചരിത്രത്തിൽ മാനേജർ ആയിട്ടില്ല.